ഓൺലൈനിലുണ്ട്. ഷാനിൽ അക്കര വളരെ പ്രചണ്ഡമായി കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു വിഷയമാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് ആരോപണം. താങ്കൾ അതിലൊരു പ്രധാനപ്പെട്ട കക്ഷി എന്ന് ഞാൻ പറയുന്നത് ആ ആരോപണങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതിൽ പങ്കുവച്ച ഒരാൾ കൂടിയാണ്. പക്ഷേ ആ ഘട്ടങ്ങളിൽ ഒരിടത്തും ഈ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടോ വടക്കാഞ്ചേരി ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടോ അത് നിർമ്മിച്ച കമ്പനിയുമായി ബന്ധപ്പെട്ടോ ഒന്നും മുഖ്യമന്ത്രിയുടെ മകന്റെ പേര് കേട്ടിട്ടേ ഇല്ല. ഇപ്പോൾ പെട്ടെന്ന് ഒരു നോട്ടീസ് പൊട്ടി വീണത് എങ്ങനെയായിരിക്കും? ഇല്ല, മുഖ്യമന്ത്രിയുടെ മകനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എന്റെ പത്രസമ്മേളനങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അബുദാബി ഇസ്ലാമിക് ബാങ്കും ദുബായ് ഇസ്ലാമിക് ബാങ്കുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ കലാമിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള പണപ്പിരിവ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് കോർഡിനേഷൻ ചെയ്തിരുന്നത് അന്നത്തെ സ്പെഷ്യൽ ഓഫീസറായിരുന്ന നൂഹും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് വിജയനുമാണ്. ഇത് വളരെ കൃത്യമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങൾ ചെയ്തിരുന്നതാണ്. പിന്നെ സമൻസിന് ശേഷം സമൻസ് കൊടുത്തു എന്നുള്ളത് നമ്മളിപ്പോ അറിയുന്ന ഒരു വിവരമാണ്. സമൻസ് കൊടുത്ത വിവരം ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല. ഇന്നാണ് അത് മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ ഇൻവോൾവ്മെന്റ് നേരത്തെ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നതാണ്. അതിനകത്ത് ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നിരവധി തവണ. ഈ പറഞ്ഞ ഗൾഫിൽ ഇതുമായി ബന്ധപ്പെട്ട പണമിടപാട് നടന്നു എന്നുള്ളതാണോ പ്രശ്നം? അല്ലെ, അതുകൊണ്ടാണല്ലോ ഈ കേസിനകത്ത് FTR വരുന്നത്. ഫോറിൻ റെഗുലേഷൻ കോൺട്രിബ്യൂഷൻ ആക്ട് ഇതിനകത്ത് വന്നത് അതുകൊണ്ടാണല്ലോ. കേന്ദ്ര സർക്കാർ ഈ പറയുന്ന നമ്മുടെ 2018 പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിദേശ സഹായം സ്വീകരിക്കരുത് എന്നുള്ള നിബന്ധന വെച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇന്ത്യയിലെ റെഡ് ക്രോസിന് സമാനമായ ഇസ്ലാമിക് രാജ്യങ്ങളിലെ റെഡ് ക്രോസന്റ് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള ഏജൻസിയെ കൊണ്ടുവരുന്നത്. ആ ഏജൻസിയെ കൊണ്ടുവരുന്നത് അബുദാബി ഇസ്ലാമിക് ബാങ്കും UAE ഇസ്ലാമിക് ബാങ്കും കണക്ട് ചെയ്ത, എന്റെ അറിവ് ശരിയാണെങ്കിൽ 1000 കോടി രൂപയോളം ഇങ്ങനെ വിദേശത്തു നിന്നും ഈ ബാങ്കുകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരുടെയും മറ്റ് വിദേശ ആളുകളുടെയുമായി ബന്ധപ്പെട്ട് പണം കളക്ട് ചെയ്തിട്ടുണ്ട്. ആ പണം കളക്ട് ചെയ്യാൻ വേണ്ടി ഇതിനു വേണ്ടിയുള്ള നേതൃത്വം കൊടുത്തത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നൂഹും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകനുമാണ്. ഇത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഞാൻ തന്നെ ഉന്നയിച്ച ആരോപണമാണ്. ഇത് ഇപ്പോഴാണ് വന്നത്. ഇതിനകത്ത് വിവേക് വിജയന്റെ പങ്ക് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഓക്കെ, വിവേക് വിജയന് പങ്കുണ്ട് എന്നാണ് അനിൽ അക്കരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ഫോളോ അപ്പുകൾ നടത്തിയിട്ടുള്ള ആളാണ്. എന്തായാലും ED സമൻസിന്റെ തുടർ നടപടികൾ എന്താണ്? 2023 സമൻസ് അയച്ചത്, 2025 കഴിയാൻ പോവാണ്. അറിയില്ല 2 കൊല്ലം എന്താണ് ഇതിന് സംഭവിച്ചത്.